അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡേറ്റ്സ് പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബിരിയാണിയുടെ കൂടെ അതേപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡേറ്റ്സ് പിക്കിളാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്തത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇനി ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു 3 വറ്റൽമുളകും അതേപോലെ ഒരു 1/2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 7 അല്ലി വെളുത്തുള്ളി നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 9-10 ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വറ്റൽമുളക് ഇല്ലെങ്കിൽ ഒരു 5 പച്ചമുളക് വട്ടത്തിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. ഒട്ടും കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഈ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ വഴറ്റി കൊടുക്കുമ്പോഴേക്ക് തന്നെ ആ ഒരു പച്ചമണമൊക്കെ നമുക്ക് മാറി കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാടായി പോയാലും ഈ ഒരു അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉലുവയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളമൊക്കെ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അച്ചാറായതുകൊണ്ടാണ് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാതെ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട, അതേപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് സുർക്ക ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിന് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അവസാനം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ സുർക്ക ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിതിവിടെ 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് തന്നെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. പഞ്ചസാരയോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ചെറിയൊരു പീസ് ശർക്കരയോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാം ഡേറ്റ്സാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഡേറ്റ്സ് 3-4 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്ന ഡേറ്റ്സിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ്. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ്സിൻ്റെ കളർ ഏതാണോ ആ ഒരു കളറിലാണ് നമുക്ക് നമ്മുടെ അച്ചാർ കിട്ടുക. അപ്പോൾ നല്ല ഡാർക്ക് കളറിലൊക്കെ ഉള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കളറിൽ തന്നെ കിട്ടും നമുക്ക് നമ്മുടെ അച്ചാർ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 4 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് ഈ ഒരു ഡേറ്റ്സൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മുടെ അച്ചാർ മാറിയിട്ടുണ്ട്. ആ ഒരു ഡേറ്റ്സൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലോട്ട് പുളിയോ അതല്ലെങ്കിൽ ഉപ്പോ കുറവുണ്ടെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചൊരു പുളിയുടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ സുർക്കയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് സുർക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3/4 കപ്പ് സുർക്കയും അതേപോലെ 1.5 കപ്പ് വെള്ളവുമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സുർക്കയൊക്കെ തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അച്ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ചൂടാറി വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഇതൊന്ന് തിക്കായിട്ട് മാറും. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നല്ല ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇതൊരു 2 ആഴ്ച വരെയൊക്കെ പുറത്ത് തന്നെ വയ്ക്കാം. പക്ഷേ നമ്മളിതിലേക്ക് നനവുള്ള സ്പൂണൊന്നും ചേർത്തിട്ട് കോരിയെടുക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതങ്ങ് പൂപ്പൽ വന്നിട്ട് കേടുവന്ന് പോകും. ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു അച്ചാറിൻ്റെ കളറൊക്കെ കംപ്ലീറ്റ് അങ്ങ് മാറി നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും അതേപോലെ കളറൊക്കെ കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്